ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മോളെ അഡ്മിറ്റ് ആക്കിയിട്ട്. അപ്പോൾ നമ്മളിവിടെ പെരിന്തൽമണ്ണയിലുള്ള ഹോസ്പിറ്റലിലാണ് അല്ലേ വാപ്പ? അപ്പോൾ നമ്മൾ മെനിങ്ങാന്ന് രാത്രിയാണ് അഡ്മിറ്റ് ആയത്. മെനിങ്ങാന്ന് വാപ്പായി നൗഫലും വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇന്നലെ രാവിലെ വാപ്പ വന്നു. ഇന്നലെ നൗഫലും വാപ്പായും വന്നിട്ട് നൗഫൽ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോയി. വാപ്പ ഇവിടെ ഉണ്ട്. അപ്പോൾ ശക്കര അത് അവിടെ ഇരിക്കുന്നു, കുട്ടീൻ്റെ അടുത്തുണ്ട്. കുട്ടി ഇത് അവിടെ കിടക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാ ശക്കര വിശേഷങ്ങൾ? നല്ല വിശേഷം അല്ലേ? ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നല്ല വിശേഷമാണല്ലോ. അപ്പോൾ കുട്ടീൻ്റെ പാടെന്താന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കുട്ടീൻ്റെ കുഴപ്പമില്ല, കുറവുണ്ടല്ലേ? കുറവുണ്ട്. അന്ന് വന്നതിനേക്കാൾ വെച്ച് നോക്കുമ്പോൾ കുറവുണ്ട്. സമയമെടുക്കും. അതായത് ഇതിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറൽ ഇൻഫെക്ഷനാണ് ഇപ്പോൾ ഈ പോണത്. അതായത് കാലാവസ്ഥേൻ്റെതാണ് മെയിൻ. ഒന്നാമത്തെ കാര്യം കാലാവസ്ഥേൻ്റെ തന്നെയാണ്. പിന്നെ ഇത് വീട്ടിലാർക്കെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ എല്ലാവർക്കും പകരും. നമുക്കും വരാൻ ചാൻസ് ഉണ്ട്. അതായത് പിന്നെ വലിയൊരു ചെറിയൊരു എന്നുള്ള ഭേദവ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. അതായത് ചെറിയ മക്കൾക്കാണെങ്കിലും അത് നമുക്കും വരാൻ സാധ്യതയുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മെയിൻ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഈ ചുമയും അതേപോലെ തന്നെ കഫക്കെട്ടുമാണ് കേട്ടോ. അപ്പോൾ പനി അങ്ങനെ പ്രശ്നമില്ല. മെയിൻ പ്രശ്നം ചുമയും കഫക്കെട്ടും ജലദോഷം, ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും മക്കളെ. കാരണം ഹോസ്പിറ്റൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ജീവിതം എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ചെറിയ മക്കൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. മെയിനായിട്ട് ഇപ്പോൾ പുറത്തൊക്കെ പോകണമെങ്കിൽ മാസ്ക് ഇടുക, ആളൊക്കെ കൂടുന്ന പരിപാടിക്ക് പോകണമെങ്കിൽ മാസ്ക് ഇട്ട് പോയാൽ മതിയില്ലേ അപ്പം? മതി. അപ്പോൾ കുട്ടീൻ്റെ പിന്നെ ഇഞ്ചക്ഷൻ വെച്ചിട്ടും മരുന്ന് കൊടുത്തിട്ടൊക്കെ കുറേ നമുക്ക് പിന്നെ നോക്കാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്മിറ്റ് ആക്കി അന്ന് മുതൽ തന്നെ ആവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവി എന്ന് പറയുമ്പോൾ ഇത് ഓക്സിജൻ സിലിണ്ടറിലുള്ള ആവിയാണ്. അപ്പോൾ ഡെയിലി 5 നേരം 6 നേരമൊക്കെ ആയിട്ടുള്ള ആവി ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൽ പിന്നെ ഇത് ഓക്സിജൻ ആവിയാണ്. ഇത് ഡെയിലി 2 നേരമൊക്കെ ആയിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതല്ലാതെ നമ്മുടെ മറ്റേ നെബുലൈസർ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അതായിരിക്കും നെബുലൈസർ ഉണ്ടല്ലോ. അപ്പോൾ നെബുലൈസറിലുള്ള ആവി അല്ലാതെ 3-4 നേരമൊക്കെ ആയിട്ട് അങ്ങനെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഈ ഒരു വലിവ് മാറുന്നുണ്ടല്ലേ. മറ്റേ നമ്മൾ കൊണ്ടുവന്നതിൻ്റെ അന്ന് അവൾക്ക് നല്ല വലിയായിരുന്നു. അതായത് പിന്നെ പാലുടിക്കുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഒച്ചയും ശബ്ദമൊക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ മാറി, കുറവുണ്ട്, ചുമ കുറവുണ്ട്. പിന്നെ നല്ലപോലെ മോശം പോകുന്നുണ്ട്, കുഴപ്പമില്ല. മോശത്തിൽ കൂടി കഫം ഇങ്ങനെ പോകണം, അതാണ് മെയിൻ എന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് കുറവുണ്ട്, അൽഹംദുലില്ലാ കുറവുണ്ട്. അപ്പോൾ പിന്നെ ഡിസ്ചാർജിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജിന് എന്താ ചോദിച്ചു? അതെ, അറിയുള്ളൂ അല്ലേ? അതെ, രാവിലെ ഡോക്ടർ വന്നപ്പോ ഞാൻ ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല, കൊറേ ഭേദമുണ്ട് പറഞ്ഞേക്കാട്ടിലും പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നീ ഡിസ്ചാർജ് എന്നാന്നാ ചോദിച്ചു. പറഞ്ഞ് ഇന്ന് വൈകുന്നേരത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. ആണെങ്കിൽ ഇനി വേറെ ഡോക്ടർ ഇനി വൈകുന്നേരത്ത് വരുമല്ലോ, ഒരു വന്ന് കണ്ടിട്ട് എന്താ പറയണ അതിനനുസരിച്ച് ചിലപ്പോ ഇന്ന് ഡിസ്ചാർജ് ആയില്ലെങ്കിൽ നാളെ ഒരു ദിവസം കൂടി എന്തായാലും കിടത്തും. കാരണം എന്നാലും അതെ, അത് മതി. അല്ല വേണ്ട, അല്ല അതല്ല ചോദിച്ചത്. അങ്ങനെ ചോദിക്കാൻ നമുക്ക് അറിയാം രോഗത്തിന്റെ അളവ് കുറവുണ്ടോ ഇല്ലേന്നേ, കുട്ടിയുടെ അസുഖം കുറവുണ്ടോ ഇല്ലെന്ന് നമുക്ക് അതൊന്ന് വിലയിരുത്താം. അതും കൂടി നമുക്ക് ഉപയോഗമാണ് അങ്ങനെ ഒരു. അതെ, അത് മതി. നമ്മൾ പോയിട്ട് പ്രത്യേകിച്ച് അർജന്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ കുട്ടീന്റെ വന്ന അസുഖങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറിയിട്ട് മാത്രം നമുക്ക് പോയാൽ മതി. അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങൾ അല്ല. അതെ, സിനിമ കുട്ടിയൊക്കെ அவங்க അവിടെ നിൽക്കണല്ലോ, അരിക്കോട് നിൽക്കണല്ലോ. ഓക്കെ, അപ്പോൾ ഏതായാലും ഇപ്പൊ കുറയട്ടെ, ഒക്കെ ഭേദമായിട്ട് നമുക്ക് പോകണുള്ളൂ. പിന്നെ ഈ റൂം അപ്പൊ ഏതാന്ന് മനസ്സിലായ? അതേ റൂമാണല്ലേ? അതേ സെയിം റൂം തന്നെയാണ്. അതേ റൂമിൽ തന്നെയാണ് നമ്മളുള്ളത്. അമ്മ 5 ഉംറ കഴിഞ്ഞ് പിന്നെ തായബിലൊക്കെ പോയിട്ട് വന്ന് പിന്നെ വെള്ളിയാഴ്ച ജിമ്മയ്ക്കൊക്കെ പോയി സ്പെച്ചെന്ന് പറഞ്ഞു. ഇന്നിപ്പോ ഇവിടെ പോകുന്നു പറഞ്ഞു നമ്മുടെ ജബൽനൂർ മലയില്. പിന്നെ മദീനക്ക് പോകും. മദീനത്തേക്ക് പോകും അല്ലേ? 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോഴും പിന്നെ വരാറായി. അതെ, അത് ശരിയാണ്, അത് ശരിയാണ്. നേരെ മക്കയിൽ വരും. വന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് ജിദ്ദക്ക്
അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെയുള്ള കാര്യം നമുക്ക് അറിയാൻ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ പിന്നെ മദീന നേരെ എയർപോർട്ടിക്കോ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്ക മദീന അത്യാവശ്യം ഓടാനില്ലേ, 450 കിലോമീറ്റർ ഓടാനില്ലേ. പിന്നെ വീണ്ടും 500 കിലോമീറ്റർ ആണല്ലേ. മദീന ജിദ്ദ 425. എന്നാലും 75 കിലോമീറ്ററോടെ കുറവായിരിക്കും. അപ്പൊ മിക്കവാറും എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തിട്ടാവും പോവുക. അപ്പൊ ഏതായാലും അതെ ഇന്നലത്തോടെ കൂടെ പിന്നെ ഉംറ കാര്യങ്ങളൊക്കെ അങ്ങനെ 5 ഉംറ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലായില്ലേ? 2 ഉമ്മമാരില്ലാത്ത സമയത്ത് തന്നെ ഹോസ്പിറ്റലായി. എന്നാലും നമ്മള് ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അല്ലേ? വേറെ കുഴപ്പമൊന്നും അതെ, റൂമിന്റെ ഉള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വെച്ചാല് പാപ്പുണ്ട്, ഞാൻ ഉണ്ട്. പിന്നെ നമുക്ക് ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്ഷണത്തിന് ഇവിടെ നമ്പർ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്പറിന് അതന്നെ. പിന്നെ താഴെ ക്യാൻറ്റീൻ ഉണ്ട്. പിന്നെ നമുക്ക് രാത്രിയൊക്കെ പുറത്തുനിന്നാണ് ഞങ്ങൾ ഭക്ഷണം വാങ്ങല്. ക്യാൻറ്റീൻ കാരണം ക്യാൻറ്റീന് ചിലപ്പോൾ നേരത്തെ കൂട്ടും. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മള് രാത്രി ബുക്ക് ചെയ്ത് ഓർഡർ ചെയ്താല് പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുതരും. അതുകൊണ്ട് തന്നെ നമുക്കൂടെ അങ്ങനെ ഇപ്പൊ നമ്മൾ രണ്ടുപേരായാലും കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളൂ. പിന്നെ വാപ്പയുടെ വീട്ടില് ഒറ്റയ്ക്കല്ല, അതുകൊണ്ട് പിന്നെ വാപ്പായും ഇവിടെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോ പിന്നെ ചൂടിന് ഒരു കുറവില്ല. നോക്കി നോക്കി നിങ്ങളെ, അതായത് ഈ വിട്ടുവിട്ടുള്ള ഈ ഒരു മഴയും പിന്നെ ഈ ഒരു ചൂടും ഇങ്ങനെ മാറി മാറി ആയിരുന്നു. അത്രയും വെയിലുണ്ടേ. അപ്പൊ അതും കൂടെയൊക്കെയാണ് ഇവിടെ കുട്ടീനെ കുറച്ചേരം കടത്തും. കടത്തി കഴിഞ്ഞ് ഓളെ കുറച്ചൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഓളാണ് കരയാൻ തുടങ്ങും. അപ്പൊ ഞാൻ എന്താ നോക്കുമ്പോ ഓളെ അടിഭാഗമൊക്കെ ഇങ്ങോട്ട് വേർത്തിട്ടുണ്ടാവും. വേറെ പ്രശ്നമുണ്ട് ഇതില്, ഫാന് നമുക്ക് സ്പീഡ് കൂട്ടിയിടാൻ കഴിയില്ല. അതാണ് വേറെ പ്രശ്നം. കാരണം ഈ ജലദോഷം ആയതുകൊണ്ട് ഫാനിന്റെ സ്പീഡ് കൂട്ടാനും നമുക്ക് പറ്റില്ലല്ലോ. പ്രശ്നം. അതെ, അറിഞ്ഞു. പറ്റുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇന്നത്തെ മരുന്നുകളൊക്കെ കൊടുത്തില്ലേ? എല്ലാം കഴിഞ്ഞില്ലേ? മൂക്കിലൊഴിക്കണതും അല്ലാതെ ഡ്രൈ സിറപ്പ് കൊടുത്തു, അല്ലാതെ മൂക്കിലൊഴിക്കണം മരുന്നുകൾ കൊടുത്തു, ഒക്കെ കഴിഞ്ഞില്ലേ? അറിയില്ല. പിന്നെ അതേ കയ്യിൽ കൂടെ ഫുള്ള് മരുന്ന് പിന്നെ കൊടുക്കലുണ്ടല്ലേ? ഇതാ കണ്ടില്ലേ? ഇതിങ്ങനെ ഉള്ളതുകൊണ്ട് അവൾക്ക് അതൊരു ഇടങ്ങേറാണ്. കാരണം സൂചി ഇങ്ങനെ വെച്ചിട്ടേ ഇതിങ്ങനെ ചെറിയൊരു കാർഡ്ബോർഡ് പീസ് കൊണ്ട് കൈകളൊക്കെ വെച്ചിരിക്കാണ്. അപ്പൊ അതാണ് കൊണ്ട് ഇളകാതിരിക്കാൻ വേണ്ടി. അതെ, അപ്പൊ അതാണ് കൊണ്ട് അതിൽ കൂടെ തന്നെ അല്ലാതെ 2-3 ഇഞ്ചക്ഷന് കാര്യങ്ങളൊക്കെ ഡെയിലി അതിൽ കൂടെ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും അൽഹംദുലില്ലാ വന്നതില് കുറവുണ്ട്. ഇനിയും അങ്ങനെ തന്നെ വേദാവട്ടെ, കുറയട്ടെ, അതെ പറയാനുള്ളൂ. അപ്പൊ ഏതായാലും അൽഹംദുലില്ലാ പ്രാർത്ഥിക്കാം. ഓക്കെ, ചായ അടിച്ചൊന്നുമല്ലോ? ചായ അടിച്ചല്ലേ? ചായ ചായ വാങ്ങിയില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ യാത്ര ചെയ്തിട്ട് തന്നെയാണ്, പിന്നെ അടങ്ങി ഒതുങ്ങി ഇരിക്കാനായിട്ടാണെന്നൊക്കെ. ശരിക്കും നമ്മൾ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റായിട്ട് പോയത് അത്രയും ദൂരം എയർപോർട്ടിൽ പോയി, അത് ശരി തന്നെയാണ്. അപ്പോൾ നമുക്ക് അറിയില്ലല്ലോ, പിന്നീട് ഇങ്ങനെ വരുന്നു നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഒരേ അനുഭവം വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇനി അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത്രയും അങ്ങനെ ദൂരത്തോ അല്ലെങ്കിൽ ആ കാറ്റും തണുപ്പൊക്കെ ഉള്ള അതൊക്കെ കുട്ടീനെ കൊണ്ട് പോകരുത് നമുക്ക് മനസ്സിലായി. അല്ല നമ്മളിത് പറഞ്ഞു വെച്ചുകൊണ്ട് ആരെയും കുട്ടികളെ കൊണ്ട് അങ്ങനെ പോകാൻ നിൽക്കില്ലല്ലോ. നമ്മൾ പിന്നെ കാറിൽ AC ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഭയങ്കര ഇതായിട്ടൊന്നും നമ്മൾ പോയത്, നോർമലായിട്ട് നമ്മൾ പോണ പോലെ തന്നെയാണ് നമ്മൾ പോയത്. അപ്പോൾ ഇങ്ങനെ ആവുമെന്ന് നമ്മളത് മുന്നേ വിചാരിക്കില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് ശ്രദ്ധിക്കാം. ഇനി അത് വരാതിരിക്കാം, നമുക്കത് ശ്രദ്ധിക്കാം. പിന്നെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്, എന്താണ് കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യം വാപ്പാൻ്റെ വീട്ടിൽ കയറ്റണം, വാപ്പാൻ്റെ വീട്ടിൽ കയറ്റിയിട്ട് മാത്രമേ പിന്നെ ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന്. അത് എത്രത്തോളം ഇതുള്ളതാണെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെ കുട്ടി പ്രസവിച്ച് ഏകദേശം ഒരു 90 ദിവസത്തോളം കുട്ടീൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാവും. അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോണതടക്കം പിന്നീട് നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൻ്റെ വീട്ടിൽ തന്നെ ആദ്യം കയറണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അത് ഇനിയിപ്പോൾ എന്താ ആയിക്കോട്ടെ, പക്ഷേ നമ്മുടെ എൻ്റെയും ചക്കരൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അറിഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആൾക്കാർ വരുന്നത് അങ്ങനെ പറയുന്നത്. അത് വേറൊന്നുമില്ല.
എൻ്റെ വീട് കൊല്ലത്താണെന്ന് എല്ലാവർക്കും അറിയാം. ഏകദേശം ഇവിടെ നിന്ന് യാത്ര ചെയ്യണ തന്നെ 8-9 മണിക്കൂർ വേണം, 100-300 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പ്രസവിച്ച് 90 കുട്ടീനെ കൊണ്ട് കൊല്ലത്തേക്ക് പോയി എൻ്റെ വീട്ടിൽ കയറ്റിയിട്ട് പിന്നെ വീണ്ടും ഇങ്ങോട്ടേ കൊണ്ട് എങ്ങനെ വരിക? അതൊക്കെ ഇത്രയും ദൂരത്തല്ലേ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിൽ പോണതൊക്കെ എന്തായാലും 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുള്ളൂ. അതെല്ലാവർക്കും അറിയാം. അടുത്തേക്കാണെങ്കിൽ കുഴപ്പമില്ല, ആദ്യം അപ്പൻ്റെ വീട്ടിൽ കൊണ്ടുപോകാം, പിന്നെ അവിടെ നിന്ന് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി വരാം. അതൊക്കെ എങ്ങനെ വെച്ചാൽ നമ്മൾ ആ സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ ഇത്രയും ദൂരത്ത് നമ്മൾ എൻ്റെ വീട്ടിലുള്ളപ്പോൾ എങ്ങനെ ആദ്യം അപ്പൻ്റെ വീട്ടിൽ കയറ്റാം? ഇപ്പോഴും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ അങ്ങനെ കേട്ടിട്ടും എനിക്ക് എൻ്റെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മളെ വീഡിയോസ് കൂടുതലും കാണുന്നത് പഴയ ഉമ്മമാരും പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ കാണുന്നതിൽ. അപ്പോൾ ചെറുപ്പക്കാരും ഉണ്ട്, ഇല്ല എന്നല്ല. അപ്പോൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പറയണമെന്നാണ്. പക്ഷേ നമ്മളെ നാട്ടിൽ കൂടെ ഒന്നും അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ ഏതായാലും കുറച്ച് ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇത്ര ദൂരം ഉള്ളത് കൊണ്ട് നമുക്കൊന്നും അത് പ്രായോഗികം കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളത് ഒരു കുട്ടീൻ്റെ ഉമ്മാൻ്റെ ചെക്കൻ്റെ വീട്ടിൽ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വന്നാലേ നമുക്ക് ഇവിടെ നിന്ന് പോയേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ആദ്യം തന്നെ വാപ്പാൻ്റെ വീട്ടിൽ പോയേ പറ്റുള്ളൂ. അവർ നിർബന്ധം പിടിവാശി നമുക്ക് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പിന്നെ ഓരോന്ന് നമ്മൾ ചെയ്യണം. അല്ലാതെ നമുക്ക് പിന്നെ പറഞ്ഞ മാതിരി അങ്ങനെയാണ് അതിൻ്റെ മുറ, അങ്ങനെയാണ് അതിൻ്റെ രീതി എന്നൊക്കെ നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് റാഹത്താവട്ടെ. അപ്പോൾ ഏതാണ്ടൊക്കെ 90 ദിവസമൊക്കെ ആവാനായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളിനി നേരെ നാട്ടിലോട്ട് തന്നെ പോകും. അപ്പോൾ ഉമ്മായ്ക്ക് എത്തിയതിന് ശേഷം തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഏതായാലും ഇൻഷാ അല്ലാഹ് ഇവിടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഡിസ്ചാർജിൻ്റെ കാര്യം ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് അറിയാം. വൈകുന്നേരം ഡോക്ടർ വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയൊക്കെ വിശേഷങ്ങളൊക്കെ നമ്മൾ വഴിയെ അറിയുക. ഏതായാലും വന്നതിൽ കുറവുണ്ട്, ഇത്ര പറയാനുള്ളൂ. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടും ദുആ ചെയ്തിട്ടും പ്രാർത്ഥിച്ചിട്ടൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളെ ദുആയിലും പ്രാർത്ഥനയിലൊക്കെ തിരിച്ചുണ്ടാവും. അപ്പം എല്ലാവർക്കും ഒരു ഹൃദയത്തോട്ടുള്ളൊരു നന്ദി കാര്യങ്ങളൊക്കെ അതിനുണ്ട്. ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് അഡ്വൈസ് ചെയ്ത് തരണതിനും നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നതിനും നിൽക്കുന്നതിനൊക്കെ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇത്രേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ഇപ്പോൾ പറയണമെന്ന് തോന്നി, കുറച്ച് വിശേഷങ്ങളൊക്കെ പറയണമെന്ന് തോന്നി വന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.